നിങ്ങൾക്കറിയാമോ ഈ ആധുനിക കാലത്തും ഒരു പുരാതന ഗ്രാമം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടെന്ന്? ഏതെങ്കിലും ഉൾക്കാട്ടിലെ ഗോത്രവർഗ സമൂഹത്തെക്കുറിച്ചല്ല നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. വൈദ്യുതിയും ഗ്യാസും മോട്ടോറുകളും ഫാനുകളും എന്തിന് ഇന്റർനെറ്റും ഒന്നും ഉപയോഗിക്കാതെ പ്രാചീന സംസ്കൃതിയുടെ അന്തസത്ത വിടാതെ പിന്തുടരുന്ന ഒരു ജനവിഭാഗത്തിന്റെ ജീവിത കഥയാണിത്. ആധുനിക ജീവിതശൈലിയുടെ എല്ലാ കൃത്രിമ സുഖസൗകര്യങ്ങളും ഒഴിവാക്കി ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ആ മനുഷ്യരുടെ ജീവിതത്തിലേക്കാണ് ഇക്കുറി നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇത് കൂർമ ഗ്രാമം. ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം നഗരത്തിൽ നിന്ന് ഏതാണ്ട് 60 കിലോമീറ്റർ മാത്രം അകലെയുള്ള ജനപഥം. 60 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ ഗ്രാമം 2018 നന്ദഗോകുലം ഗോശാല ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ്. ഇന്റർനാഷണൽ കൃഷ്ണ കോൺഷ്യസ്നസ് അസോസിയേഷന്റെ സ്ഥാപകനായ സ്വാമി പ്രഭുപാദയാണ് ഇതിന്റെ സ്ഥാപകൻ. നിലവിൽ ഈ കമ്മ്യൂണിറ്റിയിൽ 80 താമസക്കാരുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ഫോണൊന്ന് ഓഫായാൽ അസ്വസ്ഥമാകുന്ന, നെറ്റിന്റെ സ്പീഡ് അല്പം കുറഞ്ഞാൽ ഈർഷ്യ തോന്നുന്ന, ഫാനില്ലാത്ത മുറികളും AC ഇല്ലാത്ത കാറുകളും പരിചിതമില്ലാത്ത, വൈദ്യുതി ഇല്ലാത്തൊരു കാലത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയാത്ത കാലത്ത് നാം നിൽക്കുന്ന മണ്ണിൻ്റെ അത്ര ആയുസ് തന്നെയാണ് ഈ മണ്ണിന്. എന്നാൽ ഒരു സഹസ്രാബ്ദത്തിൻ്റെ എങ്കിലും പഴക്കമുള്ള സമ്പ്രദായങ്ങൾ പിന്തുടരുന്ന മനുഷ്യരാണ് ഈ മണ്ണിൽ ഇന്നും അധിവസിക്കുന്നത്. ഈ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് പരിചിതമില്ലാത്ത വായുവാണ് നമ്മെ സ്വീകരിക്കുക. കാർബൺ മോണോക്സൈഡിൻ്റെയും നൈട്രിക് ഓക്സൈഡും ഒന്നും അമിതമായി ഇല്ലാത്ത വായു. കോൺക്രീറ്റ് വീടുകൾക്ക് പകരം മൺകട്ടകൾ കൊണ്ട് നിർമ്മിച്ച വീടുകൾ. കുടിലുകൾ എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാൻ കഴിയുന്ന നിർമ്മിതികൾ തന്നെയാണ് ഇവയെല്ലാം. ഇവയുടെ നിർമ്മാണത്തിന് ഇരുമ്പും സിമൻറ്റും പോലും ഉപയോഗിക്കുന്നില്ല. പരമ്പരാഗത ഇന്ത്യൻ രീതിയിൽ മണല്, ചുണ്ണാമ്പ്, ശർക്കര, തുവരപ്പരിപ്പ് എന്നിവയുടെ മിശ്രിതം ഉപയോഗിച്ചാണ് ഇവിടെ കുടിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. കുർമ ഗ്രാമത്തിലെ വീടുകളെ പെൺകുട്ടില് എന്നാണ് വിളിക്കുന്നത്. ചെളിയും ചുണ്ണാമ്പും കൊണ്ട് നിർമ്മിച്ച ഈ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ഒരു ഹാൾ ഉണ്ടാകും. അതിനോട് ചേർന്ന് ഗാർഹിക ജലവിതരണത്തിനായി ഉപയോഗിക്കുന്ന പരമ്പരാഗത സംവിധാനം കാണാം. നയ എന്നാണത്രേ ഇതിൻ്റെ വിളിപ്പേര്. ഹാളിൻ്റെ വലതുവശത്ത് ഒരു പൂജാമുറിയും അതിനടുത്തായി അടുക്കളയും ഉണ്ടാകും. വിറകടുപ്പ് പോലെ ഭക്ഷണം പാകം ചെയ്യാൻ ആവശ്യമായ എല്ലാ പരമ്പരാഗത അവശ്യ വസ്തുക്കളും അടുക്കളയിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇവിടുത്തെ മനുഷ്യർക്കുമുണ്ടൊരു പ്രത്യേകത. ഇവർ പരമ്പരാഗത രീതിയിൽ ജീവിക്കുന്നു എന്നതിൽ ഒതുങ്ങുന്നതല്ല അത്. മറിച്ച് ഇവിടെയുള്ളവർ സ്വയം പര്യാപ്തരുമാണ്. അതെ, ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് ആവശ്യമുള്ളതെന്തും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നർത്ഥം. ഓണസദ്യ ഉണ്ണാനുള്ള തൂഷനില പോലും പറമ്പിൽ നിന്നും വെട്ടിയെടുക്കാതെ തമിഴ്നാട്ടിൽ നിന്നും എത്തിക്കുന്ന ഇലകൾ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും പണം വാങ്ങി ഉപയോഗിച്ച് മേനി പറയുന്ന മലയാളി നെറ്റിച്ചുളിക്കുന്നത് ഇവിടെയാണ്. ഒരു മനുഷ്യന്, ഒരു കുടുംബത്തിന്, ഒരു ഗ്രാമത്തിന് ആവശ്യമുള്ളതെല്ലാം ഈ ഗ്രാമത്തിൽ ഉൽപ്പാദിപ്പിക്കുകയാണ്. അതെ, ഒരു നെൽമണി പോലും ഈ ജനത പുറത്തുനിന്നും വാങ്ങുന്നില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. വസ്ത്രങ്ങൾ കഴുകാനുള്ള സോപ്പ് പൊടി പോലും ഇവർ പുറത്തുനിന്നും വാങ്ങാറില്ല. പകരം പ്രകൃതിദത്തമായ പദാർത്ഥങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഗ്രാമത്തിലെ താമസക്കാരിൽ പലരും സമ്പന്നമായ പശ്ചാത്തലത്തിൽ നിന്നും ഗ്രാമീണ ജീവിതശൈലി പ്രതീക്ഷിച്ച് എത്തിച്ചേർന്നവരാണ്. ഇവിടെ ഇവർ സ്വന്തം ആഹാരത്തിനുള്ള ധാന്യങ്ങളും കിഴങ്ങുകളുമെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. ജൈവ രീതിയിലാണ് കൃഷി. കമ്പിളിയും തുണിയും പോലെയുള്ള അവശ്യ വസ്തുക്കളും ഇവിടെ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ഈ പൗരാണിക ഗ്രാമത്തിലെ ജനജീവിതം എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഒരു ദിവസം എങ്ങനെയാണ് ആരംഭിക്കുന്നത്? ഉണർന്നാലുടൻ കൈകൊണ്ട് പരതുക മൊബൈൽ ഫോണാണ്. ഉടുമുണ്ട് പോലും യഥാസ്ഥാനത്തുണ്ടോ എന്ന് ഉറപ്പാക്കും മുമ്പ് ഫോൺ കയ്യിലെടുത്ത് വാട്സാപ്പ് തുറക്കും. പിന്നാലെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഇമെയിലും എല്ലാം പരിശോധിക്കും, അല്ലേ? എന്നാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് അങ്ങനെയൊരു ശീലമേയില്ല. കാരണം ഫോണോ നെറ്റോ, എന്തിന് വൈദ്യുതിയോ പോലും ഇല്ലാത്ത ഗ്രാമമാണിതെന്ന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. പുലർച്ചെ 4:30 എഴുന്നേറ്റ് ആരതിയും പ്രഭാതസ്തുതിയും നടത്തുന്നതോടെയാണ് ഇവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത്. പ്രസാദം കഴിച്ചതിന് ശേഷം ഇവർ അവരുടെ ജോലിസ്ഥലങ്ങളിലേക്ക് തിരിയുന്നു. കൃഷി, വീടുകളുടെ നിർമ്മാണം, മതപരമായ ആചാരങ്ങൾ തുടങ്ങിയവയാണ് ഇവരുടെ ദിനചര്യകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ ഗ്രാമത്തിൽ താമസിക്കുന്നവരാരും നിസ്സാരക്കാരല്ല കേട്ടോ. സമ്പന്ന കുടുംബങ്ങളിൽ ജനിച്ചു വളർന്നവർ, ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച് ലക്ഷങ്ങളുടെ ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്നവർ, എന്നാൽ പണം കൊണ്ട് ജീവിതത്തിൻ്റെ അങ്ങേയറ്റം കാണാനാകില്ലെന്ന തിരിച്ചറിവിൽ സ്വസ്ഥത തേടി ഇറങ്ങിയവരാണിവരെല്ലാം. വിശപ്പടക്കാൻ ആഹാരവും കിടന്നിറങ്ങാനൊരു കൂരയും വിരസതയകറ്റാൻ ജോലിയുമുണ്ടെങ്കിൽ ജീവിതം ധന്യമാകുമെന്ന് ബോധ്യം വന്നവർ. യാന്ത്രിക ജീവിതം ഉപേക്ഷിച്ച് കുടുംബത്തോടൊപ്പം ഇവിടെ പ്രകൃതിയിൽ മുഴുകി ജീവിക്കാനായി എത്തിയവർ. ലക്ഷങ്ങൾ ഫീസ് വാങ്ങിയല്ല ഇവിടെ വിദ്യാഭ്യാസം നൽകുന്നത്. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും സൗജന്യമാണ്. ശാസ്ത്രത്തിൻ്റെ വിവിധ ശാഖകൾ പഠിക്കുന്നതിന് പുറമെ ആത്മനിയന്ത്രണത്തിനും നല്ല പെരുമാറ്റത്തിനും പ്രത്യേക ഊന്നൽ നൽകി വൈദിക ശാസ്ത്രാധിഷ്ഠിത വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു.
തെലുങ്ക്, സംസ്കൃതം, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ പ്രത്യേക പരിശീലനവും ഇവിടെ നൽകുന്നുണ്ട്. ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് കുർമ ഗ്രാമമാണെന്ന് ഒരു ദിവസമെങ്കിലും ഇവിടെ കഴിയുന്നവർ പറയും. സമ്പത്തിൻ്റെ ശാസ്ത്രത്തിനുമപ്പുറം സമാധാനത്തിൻ്റെ മനഃശാസ്ത്രത്തിനാണ് ഇവിടെ സ്ഥാനമുള്ളത്. കുർമ ഗ്രാമത്തെക്കുറിച്ചറിഞ്ഞ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും പോലും ധാരാളം പേരാണ് ഇവിടേക്ക് എത്തുന്നത്. പ്രാചീന ഗ്രാമീണ അന്തരീക്ഷവും ആത്മീയ ചിന്തയും ഇടകലർന്ന കുർമ ഗ്രാമത്തിൽ താമസിക്കാനെത്തുന്നവരും ഇവിടെ നിന്ന് വിദ്യാഭ്യാസം നേടാനെത്തുന്നവരും നിരവധിയാണ്. അതെ, പണത്തിനു മേലെ മറ്റു പലതുമുണ്ടെന്ന് നമ്മോട് സൗമ്യമായി പറയുകയാണ് ഇവിടുത്തെ കാറ്റുപോലും.